ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് എങ്ങനെ സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് സ്വന്തമായി രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും നമ്മുടെ കൈവശമുണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും കൈവശമില്ലാത്തവർക്ക് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്തുകൊണ്ട് ബ്രാഞ്ച് വഴി ഡയറക്റ്റ് ആയിട്ട് മാത്രമേ ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ അക്കൗണ്ട് നമ്പറും ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫെഡറൽ ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഫെഡറൽ ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നാമത്തേത് ഫെഡ്നെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നുള്ളത് കാണാം. അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ പേഴ്സണൽ ബാങ്കിങ് എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ കണ്ടിന്യൂ ടു ലോഗിൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നീഡ് ആൻ അക്കൗണ്ട് സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എൻ്റർ യുവർ 14 ഡിജിറ്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ 14 അക്ക അക്കൗണ്ട് നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് ആ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫിക്കേഷൻ കോഡ് എന്നതിന് നേരെയുള്ള കോളത്തിൽ അതിന് വലതുവശത്തായി കൊടുത്തുള്ള ആ ഒരു കോഡ് നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. വൺ ടൈം പാസ്വേഡ് OTP ഹാസ് ബീൻ സെൻഡ് യുവർ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ദി ബാങ്ക്. അതോടുകൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തുള്ള ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP നമ്പറുടെ എൻ്റർ OTP എന്നുള്ളത് നേരെയുള്ള ആ ഒരു കോളത്തിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള വാലിഡേറ്റ് OTP എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. യൂസർ ID പ്രിഫറൻസസ് എൻ്റർ ചെയ്യുക യൂസർ ID ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ ID എൻ്റർ ചെയ്ത് കൊടുക്കാനാണ്. യൂസർ ID എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. യൂസർ ID ക്രിയേറ്റ് ചെയ്യുന്നത് അക്കങ്ങളും അക്ഷരങ്ങളുമായിരിക്കും. അതുപോലെ തന്നെ മിനിമം 4 ക്യാരക്ടേഴ്സും മാക്സിമം 30 ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലും ആയിരിക്കണം. അതുപോലെ അടുത്തായിട്ട് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന യൂസർ ID മറ്റാരെങ്കിലും ഓൾറെഡി എടുത്തിട്ടുള്ള യൂസർ ID ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു യൂസർ ID സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു യൂസർ ID ഓർത്തിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശേഷം നമ്മളിവിടെ ഒരു യൂസർ ID നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തുള്ള ഒരു യൂസർ ID മുമ്പ് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയി കിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു യൂസർ ID സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൊടുത്തുള്ള യൂസർ ID അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഒരു പേജിലോട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തുള്ള യൂസർ ID നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. പാസ്വേഡ് പോളിസി ഗൈഡ് ലൈൻസ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ യൂസർ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് അതുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് പറയുന്നത് പാസ്വേഡ് മിനിമം ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് സ്പേസ് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് മിനിമം 8 ക്യാരക്ടേഴ്സും മാക്സിമം 16 ക്യാരക്ടേഴ്സുമാണ് പാസ്വേഡ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത്. അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പാസ്വേഡ് മുൻപ് കൊടുത്തിട്ടുള്ള 3 പാസ്വേഡുകളുമായിട്ട് സെയിം ആയിരിക്കരുത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് പാസ്വേഡ് മിനിമം 4 ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ഫെഡ്നെറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. യുവർ യൂസർ ID ഈസ് എന്നതിന് നേരെയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു യൂസർ ID നമുക്ക് അവിടുന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസർ ID നോട്ട് ചെയ്ത് വെക്കണം. നമുക്കിനി ഫെഡ്നെറ്റ് ലോഗിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടി എപ്പോഴും ഈ ഒരു യൂസർ ID ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂസർ ID മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും ആ ലോഗിൻ പേജിലോട്ട് പോകാവുന്നതാണ്. നമ്മൾ ആ ഒരു ലോഗിൻ പേജിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ യൂസർ ID എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു യൂസർ ID നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പാസ്വേഡ് എന്നുള്ളതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത കോളത്തിൽ വരുന്നത് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 10 അക്ക മൊബൈൽ നമ്പറിൻ്റെ കൂടെ കൺട്രി കോഡ് 91 എന്നുള്ള ഒരു കൺട്രി കോഡ് കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് അതിന് വലതുവശത്തായി തന്നിട്ടുള്ള ആ ഒരു കോഡ് കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ തന്നെ ഗൈഡ് ലൈൻസും നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ ആ കോളത്തിലൊന്ന് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക എനാബിൾ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എന്നുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ സർവീസുകളാണോ എന്നുള്ളത് ഇവിടെ നിന്ന് നമ്മൾ ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. ഡു യു റിക്വയർ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി? അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് സെലക്ട് ചെയ്യേണ്ടത്, യെസ് ഐ റിക്വയർ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എന്നുള്ളത്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ആവശ്യമില്ല, വ്യൂ ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്, നെവർ ഐ റിക്വയർ വ്യൂ ഓൺലി ഫെസിലിറ്റി എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളിപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് മേ ബി ലേറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട, അത് പിന്നീട് നമുക്ക് സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള പേജാണ്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ATM കാർഡ് നമ്പർ എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ATM കാർഡിൻ്റെ 16 അക്ക നമ്പർ നമ്മൾ അവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് എൻ്റർ യുവർ പിൻ ആണ്. അവിടെ നമ്മുടെ ATM കാർഡിൻ്റെ പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ATM കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. അവിടെ മാസവും അതുപോലെ തന്നെ വർഷവും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മളിതുപോലെ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇത് ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എനാബിൾ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഗിൻ പാസ്വേഡ് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കണ്ടീഷൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തേത്. അടുത്തായിട്ട് പറയുന്നത് ഒരു ആൽഫബറ്റ് ഉണ്ടായിരിക്കണം, മിനിമം ഒരു അപ്പർ കേസ് ഉൾപ്പെടുത്തിയിരിക്കണം, ഒരു നമ്പർ ഉൾപ്പെടുത്തിയിരിക്കണം, അതുപോലെ തന്നെ ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പാസ്വേഡും സെയിം ആയിരിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് അത്തരത്തിലുള്ള ഒരു പാസ്വേഡ് ശേഷം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് മോഡൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടൺ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് സക്സസ്ഫുള്ളി, പ്ലീസ് എൻ്റർ ദി OTP ടു എനാബിൾ യുവർ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി എനാബിൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വാലിഡേറ്റ് OTP എന്നുള്ള ഈ ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യുവർ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഈസ് എനാബിൾഡ്, പ്ലീസ് ലോഗ് ഔട്ട് ദിസ് സെഷൻ ആൻഡ് ലോഗിൻ അഗെയിൻ. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി നമ്മൾ എനാബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സെഷൻ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ലോഗ് ഔട്ട് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ ലോഗ് ഔട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു ലോഗിൻ പേജ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗിൻ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ആ ഒരു ലോഗിൻ ഡീറ്റെയിൽസുകൾ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഫെഡറൽ ബാങ്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് സ്വന്തമായി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.